ശ്രീകുമാരേട്ടനും ബേബിയപ്പൾക്കും വിവാഹ വാർഷിക ആശംസകൾ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പഴയ മലയാളം പാട്ട് ഞാൻ വയലിൽ വായിക്കുകയാണ്. അത് രണ്ടുപേർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശ്രീകുമാരനും ബേബിക്കും 50ാം വിവാഹ വാർഷികാശംസകൾ. Many good wishes to celebrate this day and good luck for another 50 years that come your way. Happy wedding anniversary grandma and grandpa. हैप्पी वेडिंग एनिवर्सरी अम्मा एंड अच्छन. आप हमेशा मुस्कुराते रहो. कीप स्माइलिंग. मे यू बोथ हैव हैप्पी एंड हेल्दी लाइफ. स्टे ब्लेस्ड. Happy wedding anniversary, uncle, auntie. Happy wedding anniversary, Tata and Party. Wish you a very happy Wish you a 50th wedding anniversary. 50? 8? 50th. Anniversary. Sorry. Wish you a Wish you a very very happy happy wedding and winning anniversary. anniversary. Love you. Love you. हेलो नानी. हाय नानू. ये मेरी बचपन की फ़ोटो है आपके साथ. ये दूसरी. हेलो आंटी. हेलो अंकल. 50th एनिवर्सरी की बहुत सारी शुभकामनाएं. आप लोग हेल्दी रहिए, अच्छे रहिए, ऐसी भगवान से प्रार्थना है. और आपको हम लोग बाजू में बहुत मिस करते हैं. ये वीरेन के बारात में बनारस आए थे आप, उसकी फ़ोटो है. वी लव यू. हेलो अंकल. हेलो आंटी. हैप्पी 50th wedding anniversary and live long life togetherness and enjoy the day. मैं आपका ओणम का प्रसाद बहुत मिस करता हूँ. अंकल आपका बजाज स्कूटर और चेतक मेरे को बहुत याद आती है. उससे मैं अनिजा को कभी कभी छोड़ने जाता था. विश यू अ वेरी Happy हैप्पी एनिवर्सरी. स्टे ब्लेस्ड एंड स्टे फिट. बाय. लिव हेल्दी एंड स्टे सेफ. Happy 50th wedding anniversary to both of you. Have a nice day. Happy 50 years of togetherness. Mamavi for you. हैप्पी एनिवर्सरी श्री कुमार अंकल और बेबी आंटी. नमस्ते. 50th wedding anniversary. Happy wedding anniversary. തിരിച്ചു വരുമ്പോ നമ്മള് അന്നാണ് ഞാൻ ആദ്യം കഴിച്ചത്. അന്ന് നമ്മള് കയറിയില്ല. അല്ലല്ല, പിന്നെ അപ്പനെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നാഗ്പൂർക്ക് പോണ വഴിക്ക് പോവാൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയിരുന്നു. കയറ്റിയില്ല ഇല്ലേ? അത് പോയിരുന്നു. ആ എന്തായിരുന്നു? അതെ, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എന്താ ഉടനെ കുടിവെപ്പ് ഉണ്ടാവാഞ്ഞേ? തോന്നുന്നത് അവര് എറണാകുളത്ത് വന്നു. ഇവിടെ പെരപണി കഴിഞ്ഞിട്ട് വേണം പുതിയ പെര എങ്ങനെയായിരുന്നു പെര പൊളിച്ചിട്ടുണ്ടോന്ന് പഴയ പെര പൊളിച്ച് ഇവിടെ സൗകര്യമില്ലാന്നിട്ടൊക്കെയാണ്. അതെ, അവര് അവിടുന്ന് വന്നേ. പിന്നെ പുതിയ പെര പണിതിട്ടാണ്. അത് കഴിഞ്ഞ ജൂലൈയിൽ കഴിഞ്ഞ ആഗസ്റ്റില് നീലാണ്ടേന്റെ വേലയായിരുന്നു. അപ്പൊ ഈ ചെറിയമ്മ
ചെറിയമ്മ കുടിയൊക്കെ അതാ അവിടെ വന്നു പടത്തിലുണ്ട്. ഇവിടെ കുടി വെച്ചിട്ടില്ല. അപ്പൊ എന്നാ കുടിയപ്പ് അതെ. സനോജിനെ പ്രസവിച്ച് വന്നതിന് ശേഷമാണ് അങ്ങനെ പുതിയ കടയിലേക്ക് അപ്പൊ ചെറിയമ്മ ഇങ്ങോട്ട് വന്നിട്ടില്ലേ കുടിയപ്പ് കഴിയാണ്ട്? അങ്ങോട്ട് വന്നിട്ടില്ല. വേളി ക്രിയ അതൊന്നും ഓർമ്മില്ല. പക്ഷെ ചെറിയമ്മയുടെ പച്ച സാരിയാണെന്ന് ഓർമ്മയില്ല കല്യാണത്തിന്. പിന്നെ ഒരു വെള്ള കല്ല് വെച്ച മാലയും, അത് രണ്ടും നല്ല ഓർമ്മയാണ്. അപ്പോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ നേരത്തെ കുടിവെപ്പ് കഴിഞ്ഞിട്ട് ഞാനൊരു ശർക്കര പേര് കൊണ്ടുപോയി കൊടുത്തു. ഈ നേരത്തേക്ക് ഏട്ടന്റെ ഈ നേരത്തെയൊക്കെ അറിയാം. തെക്കടുത്ത് പോയിട്ട് പരിചയം ഉണ്ടപ്പോഴല്ലോ ഞാൻ ഈ നേരത്തെ അറിയാനില്ല. ബേബി അമ്മയ്ക്കും ശ്രീകുമാര മുത്തശ്ശനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ബേബി ചമ്മയ്ക്കും ശ്രീകുമാരേട്ടനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പറയൂ. ശ്രീകുമാരേട്ടനും ബേബിയേടത്തേക്ക് 50ാം വിവാഹ വാർഷികം നേർന്നുകൊണ്ട് ഈ അനുവദിത്തി നിർത്തുന്നു. അപ്പോൾ ബേബി ചമ്മയ്ക്കും എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്. എന്നാലും മനസ്സിൽ ഏറ്റവും കൂടുതൽ തട്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളിയിൽ ഇച്ചമ്മയുടെ പിറന്നാളിന് വന്നിട്ട് എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പാട്ടും പാടിപ്പിച്ചു, ഡാൻസും കളിപ്പിച്ചു. എന്നിട്ട് ശ്വാസം മുട്ടി വന്നപ്പോൾ ബേബിച്ചമ്മയാണ് ആദ്യം എനിക്ക് വെള്ളം കൊണ്ടുവന്ന് നീ ഒന്ന് അവിടെ ഇരിക്കി എന്ന് പറഞ്ഞ് ആകെ ഒരു ഇതായത്. അതുപോലെ തന്നെ എവിടെ ഞാൻ ഡാൻസ് കളിക്കാൻ പോവാന്ന് പറഞ്ഞാലും ഇച്ചമ്മയാണ് ഞാൻ വരാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്തും കൂടിയും എൻ്റെ പ്രോഗ്രാമിന് വരാൻ അത്രയും കാണണം എന്ന് പറഞ്ഞ് ഇതാവാറുള്ളതും ഡാൻസ് നിർത്തരുതെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് നിർബന്ധം പിടിക്കുന്ന ഒരാളാണ് ബേബിച്ചമ്മ. അപ്പോൾ ബേബിച്ചമ്മയ്ക്ക് ഒപ്പം ശ്രീകുമാരേട്ടനും 1000 ആശംസകൾ. ടാറ്റാ.
तू धार है नदिया की, मैं तेरा किनारा हूँ, तू मेरा सहारा है, मैं तेरा सहारा हूँ। आँखों में समंदर है, आशाओं का पानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है। एक प्यार का नगमा है, मौजों की रवानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है। जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है। Amachal, this is from Anup and Rajesh. Happy wedding anniversary, Golden Jubilee. Love you. Baby auntie, I'm beginner. Happy wedding anniversary to uncle and auntie and many many happy returns. ചേച്ചി ബേബിയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സന്തോഷമായിട്ടിരിക്കൂ. अंकल आंटी, आप दोनों को 50वीं शादी की सालगिरह पर बहुत बहुत बधाई। अपने को अपनी सुबह की जो अपन घूमने जाते थे वो मुझे बहुत याद आती है। बैडमिंटन खेलते थे, फिर अपन साइकिल से क्लास जाते थे, वो मुझे बहुत याद आती है आपकी। और आपको फिर से हम दोनों की ओर से आपको बहुत बहुत शादी की सालगिरह की मुबारक। और आपके लिए हम भगवान से प्रार्थना करते हैं आप दोनों स्वस्थ रहे और खुश रहे। ബേബിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 50 വർഷം വർഷം. അതെ, പ്രസാദ് പറഞ്ഞു എന്നോട് എന്തെങ്കിലുമൊക്കെ ശൈലജയും ചെറിയമ്മയൊക്കെ കൂടി പറയണമെന്ന് പറയണ്ടായി എന്നോട്. അപ്പൊ ബേബി കോമളത്തിന്റെയും ശ്രീകുമാരേട്ടന്റെ വിവാഹ ആശംസകൾ നേരുന്നു. 50ാം വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. മംഗളം ആശംസകൾ. ഇനി എന്താ എന്താ എന്റെ കല്യാണം കഴിയുമ്പോ ഏകദേശം ഒരു അവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ 50ാം വാർഷികം തന്നെയാണ് അടുത്തത് ആവണത്. ശരിയാകും. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അതെ, ശരിയാണ്. കഴിഞ്ഞ കാലത്ത് ബേബിക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല തോന്നുന്നത്. അതെ, ബേബി കോളേജില് അത് അച്ഛന്റെ പിറന്നാളിന് പറഞ്ഞിട്ട് വന്നു. അത് എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷെ ബേബിക്ക് ഇങ്ങനെ നല്ല ഒരു ഓർമ്മ ഉണ്ട്. അച്ഛന്റെ പിറന്നാളിന് എന്തൊക്കെയോ അതുണ്ടായിട്ടുണ്ട്. അച്ഛന്റെ പിറന്നാളിന് ബേബി വന്നിട്ടുണ്ട്. അതെ. എന്നിട്ട് ഒരു പോലെ ഒരു ഇതില് എല്ലാ കുട്ടികൾക്കും മിഠായി കൊടുക്കുക. നല്ലൊരു ഓർമ്മിക്കാൻ അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ബേബിയെ പറ്റി അതെ ബേബിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കുട്ടിക്കാലം മുതൽ കോളേജ് പഠിപ്പ് വരെ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളതാണ്. ഒരു വാക്കാലോ ഒരു വാക്കിലോ അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ടോ ഒന്നും പറഞ്ഞാൽ തീരാത്ത അത്ര സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബേബിക്ക് ഒരു കാര്യത്തിനും മടിയില്ല. എന്ത് കാര്യം വേണമെങ്കിലും ബേബി ഉത്സാഹത്തിന് എത്ര കാര്യങ്ങളും ബേബി ചെയ്യും. ഡാൻസ് ആണോ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബേബി അറിയാത്തതായിട്ടൊരു ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. ബേബി എല്ലാത്തിലും ഡാൻസ് വേണമെന്ന് പറഞ്ഞാൽ ബേബി ഡാൻസ് കളിക്കും. അതെങ്കിൽ സ്പോർട്സ് ആണോ എന്നാൽ സ്പോർട്സ്, പിന്നെ ഡാൻസ് കളി എന്തിനും ഒപ്പുണ്ട്. ഇനി അത്യാവശ്യം ബേബി കഥകളിപ്പദം കൂടി പാടിയിട്ടുണ്ട് അനീഷേ. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്
എന്നും ബേബി തൂക്കുപാത്രം വെള്ളത്തിലിടും. ഒരു അടപ്പ് ഒരൊറ്റ പാത്രത്തിന് ഉണ്ടാവില്ല. അപ്പം അവസാനം കൃഷ്ണപ്പൻ പറഞ്ഞു, ഇനി നീ ഒരു ചോറ്റുപാത്രം വാങ്ങിയ അതിൻ്റെ അടപ്പ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അടപ്പിൽ അടച്ചിട്ട് സ്കൂളിലേക്ക് പോയാൽ മതി പറഞ്ഞു. ഇനി പിന്നെ ബേബി 10ാം ക്ലാസ് വരെ ആ അടപ്പില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ആർക്കും അങ്ങനെ ഒരു തൂക്കുപാത്രം പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞത് വിചാരിക്കാൻ പോലും പറ്റില്ല. ബേബിക്ക് ഒരു മടിയില്ലാണ്ട് ബേബി എന്നും സ്കൂളിലേക്ക് ചോറ്റുപാത്രത്തിന് അടപ്പില്ലാണ്ടാണ് വന്നത്. അതിൽ പിന്നെ കൂട്ടാൻ വെക്കേണ്ട പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ അടപ്പില്ലാണ്ട് നമുക്ക് കൊണ്ടുപോകല പകൽ എല്ലാം കൂട്ടി ചോറിലാക്കും. ഈ അടപ്പ് അത് എത്രയായാലും എന്ത് കളിച്ചാലും പുഴയില് പോവില്ല. അങ്ങനെ അത് ഇന്നത്തെ കുട്ടികളെ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടതാണ്. ബേബിയുടെ ഈ സ്വഭാവമൊക്കെ ഒന്ന് എല്ലായിടത്തും ചെന്നാലും ഷൈൻ ചെയ്തിട്ടേ ഉള്ളൂ. നാഗ്പൂരായാലും ഡാൻസ് വാർഷികങ്ങൾക്കൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അങ്ങനെയാണ് ഉത്സാഹം അവിടുന്ന് കണ്ടുപിടിക്കും. അതെ അതെ അതെ, എല്ലാത്തിനും ഉത്സാഹം, വൃത്തി, എല്ലാത്തിനും വൃത്തി, പാചകം ഒക്കെ അങ്ങനെയാണ് ബേബിക്ക്. പിന്നെ എന്തും സ്വയം ഉണ്ടാക്കിയിട്ട് കഴിക്കുള്ളൂ. മിക്സ്ഡ് അങ്ങനെ ഇല്ലേ, നമ്മൾ പുറമേന്ന് വാങ്ങണതൊക്കെ സ്വയം ഉണ്ടാക്കിയിട്ട്. ഞാനും ശ്രീദേവിയും കൃഷ്ണത്തിനും കൂടി നാഗ്പൂരിൽ പോയി. അന്ന് ശ്രീകുമാരേട്ടൻ ഞങ്ങളെ സൈറ്റൊക്കെ കാണിക്കാൻ കൊണ്ടുപോയി. അതൊന്നും ഇപ്പോഴും അതല്ല എൻ്റെ മനസ്സിൽ നല്ലോണം ഉണ്ട്. പിന്നെ എന്താ എനിക്ക് ഒരു തമാശ തമാശ ശ്രീജയുടെ ആയതുകൊണ്ട് തലേ ദിവസമാണോ ആയതുകൊണ്ട് അന്ന് രാത്രിയാണോ എന്ന് അറിയില്ല. എല്ലാ മകളേരും മരുമകളേരും ഒക്കെ കൂടി അവിടെ എന്താ ചോര് ആഘോഷിക്കുക. അതിൻ്റെ ഇടയിൽ ബേബി എടുത്ത വക ഒരു ഹിന്ദി വാക്കുകളുടെ ഒരു നമുക്ക് അത്ര പിടിക്കില്ല. എന്റെ കുണ്ടിയിൽ വെള്ളം അവിടെ നാഗ്പൂരൊക്കെ ചെറിയ ചെറിയ ഈ കുടുക്ക പോലെയുള്ള ഇതില് അവര് ചെടികളൊക്കെ നടാറുണ്ടല്ലോ. അപ്പൊ എവിടേക്കെങ്കിലും പോകുമ്പോ അടുത്തുള്ളവരോട് വെള്ളം ഒഴിക്കണമെന്ന് പറയാറുണ്ട്. ചെടികളുടെ അത് പറഞ്ഞിട്ട് ഇല്ലത്ത് വെച്ചുണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഈ പറഞ്ഞതിൽ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കളിയാക്കല. അങ്ങനെ അതൊക്കെ ഒരു ബേബിക്ക് അതൊന്നും പറയാനും മടിയില്ല, യാതൊന്നുമില്ല. അങ്ങനെയാണ് ഒരു സംശയം. പിന്നെ എന്താ വിവാഹ വാർഷിക ആഘോഷിക്കുന്ന ബേബിക്കും മേട്ടനും ആശംസകൾ നേരുന്നു. എന്റെയും ആശംസ രണ്ടുപേർക്കും. ശ്രീകുമാരേട്ടനും ബേബി ചെമ്മയ്ക്കും ഹാപ്പി 50th വെഡിങ് ആനിവേഴ്സറി. ആലോചിച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. പക്ഷെ അതിൽ ചിലത് മാത്രം ഞാൻ പറയാം. ഞാൻ ഏകദേശം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശ്രീകുമാരേട്ടൻ ആദ്യമായിട്ട് നാഗ്പൂർ ജോലി ആയിട്ട് വന്നത്. അന്ന് ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും അച്ഛനോട് സംസാരിക്കാൻ. അന്നൊക്കെ എനിക്ക് ശ്രീകുമാരേട്ടനോട് സംസാരിക്കാൻ ഒരു പേടിയോ പരിഭ്രമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാനും എൻ്റെ അനിയനും കളിക്കാൻ പോയ സമയത്ത് ഞങ്ങളുടെ ആയി ഞങ്ങളെ വിളിക്കാൻ വന്നു. ഇതേ ശ്രീകുമാരേട്ടൻ അമ്മണിയെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്താണാവോ എന്നെ അന്വേഷിക്കാൻ കാരണം എന്നും പറഞ്ഞിട്ട് ഞാൻ വേഗം ഉള്ളിലേക്ക് ചെന്നു. അപ്പോൾ ശ്രീകുമാരേട്ടൻ ചിരിച്ചും കൊണ്ട് ഒരു പാക്കറ്റ് ബ്രൗൺ പേപ്പറിൽ കവർ ചെയ്ത ഒരു പാക്കറ്റ് എൻ്റെ കയ്യിൽ തന്നു. അതിൽ ശർക്കര പേരിയും വറുത്തപ്പേരിയും കായ വറുത്തതായിരുന്നു. ഇതാ അമ്മണി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്ക് അതിലേറെ അത്ഭുതമായി. ആദ്യമായിട്ടാണ് ശ്രീകുമാരേട്ടൻ എന്നെ അമ്മണി എന്ന് വിളിച്ചത്. അത് പിന്നെ ഇതുവരെ ശ്രീകുമാരേട്ടൻ എപ്പോഴും എന്നെ അമ്മണീനെ വിളിക്കാറുള്ളൂ. ഒരിക്കലും എന്നെ സുശീലേന്ന് വിളിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകുമാരേട്ടനും
അമ്മയും കൂടി വീടിൻ്റെ വരാന്തയുടെ ഒരു ഭാഗത്ത് ഗംഭീര വർത്തമാനം. എന്താണാവോ ഇത്ര അധികം സംസാരിക്കാൻ, ഞങ്ങളോടൊന്നും അങ്ങോട്ട് കടക്കരുത് എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ആയി പറഞ്ഞു, ശ്രീകുമാരേട്ടൻ്റെയും ബേബിച്ചമ്മയുടെയും മാരേജ് ഫിക്സ് ചെയ്തു, അതാണ് ഇത്ര വർത്തമാനവും ഈ സന്തോഷമൊക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കും വളരെ സന്തോഷമായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടി ബേബിച്ചമ്മയുടെ ശ്രീകുമാരേട്ടൻ്റെ ഒപ്പം ഞങ്ങൾ ബേബിച്ചമ്മയ്ക്ക് വേണ്ടി കല്യാണ സാരി മേടിക്കാൻ പോയി. അത് നാഗ്പൂരി ഇത്വാരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അന്ന് ഒരു സിനിമ ഇറങ്ങിയായിരുന്നു, ലവ് ഇൻ ടോക്കിയോ. അതിൽ ഹീറോയിൻ ആശാ പാരേക്ക് ചുറ്റിയായിരുന്ന സാരി, ഏകദേശം അതുപോലത്തെ ഒരു സാരിയാണ് ബേബിച്ചമ്മയ്ക്ക് മേടിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ആവുമല്ലേ ബേബിച്ചമ്മ? അത് കഴിഞ്ഞ് എനിക്കും ശ്രീകുമാരേട്ടൻ്റെ വക ഒരു ഡ്രസ്സ് സമ്മാനം കിട്ടി. പിന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ബോംബെക്ക് മാറ്റായപ്പോൾ ഞങ്ങൾ ബേബിച്ചമ്മയുടെയും ശ്രീകുമാരേട്ടൻ്റെയും തൊട്ട വീട്ടിലാണ് താമസിച്ചിരുന്നത്. അത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കും വളരെ സമാധാനമായിരുന്നു, ഇവർ തൊട്ടടുത്ത് താമസിക്കുന്ന കാരണം. ബേബിച്ചമ്മയാണ് അന്നത്തെ കാലത്ത് മലയാള സാഹിത്യത്തിനെ പറ്റിയിട്ടും മലയാള സിനിമ പാട്ടിനെ പറ്റിയിട്ടും ഒരു അറിവ് തന്നത്. അന്നൊന്നും മലയാള സിനിമ കാണുകയോ പാട്ട് കേൾക്കുകയോ ഒക്കെ ദുർലഭമായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാനും ബേബിച്ചമ്മ എപ്പോഴും വാദിച്ചായിരുന്നു. ബേബിച്ചമ്മയ്ക്ക് ഓർമ്മയുണ്ടാവോ? ഞാൻ പറയും മുഹമ്മദ് റഫിയുടെ പാട്ടാണ് നല്ലത്, ബേബിച്ചമ്മ വാദിക്കും യേശുദാസിൻ്റെ പാട്ടാണ് നല്ലത്. ഞാൻ പറയും ലതാ മങ്കേഷ്കറിൻ്റെ പാട്ടാണ് നല്ലത്, ബേബിച്ചമ്മ വാദിക്കും എസ് ജാനകിയുടെ പാട്ടാണ് നല്ലത്. പിന്നെ അനൂപ് ഉണ്ടായപ്പോൾ അയാളുടെ കുട്ടിക്കാലത്തെ കുസൃതികളും അതൊക്കെ വളരെ രസകരമായിരുന്നു. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലായപ്പോൾ അന്നും ഇവർ തന്നെയായിരുന്നു, ബേബിച്ചമ്മയും ശ്രീകുമാരേട്ടനും ആയിരുന്നു ഞങ്ങളുടെ ലോക്കൽ ഗാർഡിയൻസ്, എൻ്റെ ലോക്കൽ ഗാർഡിയൻ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഹോം സിക്നെസ് വരുമ്പോൾ ഞാനും ചിലപ്പോൾ എൻ്റെ റൂംമേറ്റ് അടക്കം ഞങ്ങൾ ബേബിച്ചമ്മയുടെ അടുത്തേക്ക് ഓടും. അവിടെ ചെന്നാൽ ബേബിച്ചമ്മ വെണ്ടയ്ക്ക തീയൽ, ചിലപ്പോൾ ചേന തീയൽ, സാമ്പാർ, പലഹാരങ്ങൾ പലതും ഉണ്ടാക്കി തന്നായിരുന്നു. അങ്ങനെ പല ഓർമ്മകളും ഉണ്ട്. എന്തായാലും ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരട്ടെ. ബേബിയെത്തി ശ്രീകുമാരേട്ട 50-ാം വർഷത്തിന് ഞാൻ ആശംസകൾ നേരുന്നു. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. Happy anniversary, uncle and auntie. Happy milestone anniversary, 50 years together. Oh wow. आंटी अंकल आपके साथ मेरा तो वेरी स्पेशल रिश्ता है. जब से आई थिंक शादी से पहले जब हम लोग आदिति के टाइम पे जब वो हॉस्पिटल से आई थी और हम लोग आप लोगों का नाइट आउट्स और हमारा वॉकिंग स्ट्रीक वहाँ पे फिनिक्स में मैं तो भूल ही नहीं सकती. और मेरा डाइटिंग प्रोग्राम और आपका क्या बोलना है जब भी मुझे देखते हो आप बोलते हो जियो यार, कुछ खाओ, ऐसा मत करो. आई रिमेम्बर ऑल दोज डेज आंटी. और तब से लेके अब तक अब देव भी आपके साथ कितना मिलजुल गया, वो उसको लगता है कि आप भी अम्मा है. तो वेरी हैप्पी एनिवर्सरी. आपको याद करती हूँ तो मेरे को ऐसा लगता है कि हैप्पी, चीयरफुल, बबली एंड ऑलवेज स्माइलिंग, राइट? जब भी देखते हैं शी हैज अ परमानेंट स्माइल ऑन हर फेस. एंड मुझे तो मम्मी डैडी की याद आती है आपको देख के, तो लिटरली. तो एंड हमारे घर के मंदिर में आपका दिया हुआ कृष्ण जी है, तो जब भी मैं देखती हूँ आप लोगों का याद करती हूँ. तो waiting to see you back here pretty soon, but have a great milestone anniversary.
Namaskarams from all of us. From Wish you many more anniversaries together like this. Take care, have fun, bye. Happy anniversary to the golden couple. അമ്മാവനും അമ്മായിക്കും ഞങ്ങളുടെ ആശംസകൾ. For your continued good health, happiness and prosperity. എന്താ പറയാ, ഒരു 8 വയസ്സുകാരന്റെ ഫെയിന്റ് ആയിട്ടുള്ള മങ്ങിയ ഓർമ്മകളുണ്ട് പിറവത്തേക്ക് ഇവരുടെ വിവാഹത്തിന് പോകുന്നതൊക്കെ. ബട്ട് ദെൻ അമ്മാവനും അമ്മായിട്ട് ഒരു പ്രോക്സിമിറ്റിയിൽ അടുത്തൊക്കെ ജീവിക്കുന്നത് എൻ്റെ നാഗ്പൂർ ഡേയ്സിലാണ്. വെൽ, ഒരുപാട് ഹാപ്പി മെമ്മറീസ്, ഗുഡ് മെമ്മറീസ് ഇപ്പോഴും ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അനുജയുടെയും അനൂപിൻ്റെയും ചൈൽഡ്ഹുഡ്. വെൽ, അനൂപിൻ്റെ പ്രാങ്ക്സ്, അനുജയുടെ ക്യൂട്ടായിട്ടുള്ള മാനറിസംസ് എല്ലാം ഞാൻ ഓർക്കണു. വെരി ലവബിൾ. ഇന്നും ഞാൻ സ്നേഹത്തോടെ ഓർക്കണു അതൊക്കെ. വെൽ, ഇവിടുന്ന് സത്യത്തില് കോട്ടപ്പടി ഞങ്ങളുടെ വളരെ ഗ്രാമ്യമായിട്ടുള്ള ഇവിടുന്ന് ഒരു എക്സ്പോഷറും ഇല്ലാതെ വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഏജിലാണ് ഞാൻ നാഗ്പൂർ എത്തിപ്പെടുന്നത്. അപ്പൊ അവിടുന്നാണ് ഒരു പക്ഷേ ഒരു ലൈഫിന്റെ വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു, ഇതൊക്കെ ഒരു പക്ഷേ കുറേശ്ശെ മനസ്സിലായതും മനസ്സിലാക്കാൻ ശ്രമിച്ചതൊക്കെ അമ്മാവന്റെ അമ്മായുടെയും കൂടെ ജീവിക്കുന്ന കാലത്ത് തന്നെയാണ്. ഒരു സംശയമില്ല. പ്രോപ്പർ ലിവിങ്, ഗുഡ് ലിവിങ്. അതിൽ ഞാൻ ഓർക്കണ ഒരു വളരെ തമാശയോടെ ഓർക്കണ ഒരു സംഭവമാണ് അമ്മായിയുടെ ബാത്റൂം ക്ലീനിങ്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് 7 മണിയാകുമ്പോഴേക്കും ബാത്റൂമൊക്കെ അടച്ച് തുടച്ച് ക്ലീനാക്കി റെഡിയാക്കി വെക്കും. അപ്പൊ ഞങ്ങളൊക്കെ അതിന് മുന്നേ കുളിച്ച് എല്ലാം റെഡിയാവും. പക്ഷെ അതൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. മീനിങ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഫുഡ്, ലൈക്ക് ഗുഡ് ഫുഡ്, ഹൈജീൻ, ഗുഡ് ലിവിങ്, അപ്പൊ ഇതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു അത്. ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി ഇതൊക്കെ ഒരു വശം. മറുവശത്ത് എന്താ വെച്ചാൽ ഒരു ലോകത്തിന് നേർക്ക് ഒരു വിൻഡോ തുറന്ന് കിട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് ഒരു വിൻഡോ തുറന്നു തന്നത് അവിടെയുള്ള ജീവിതം, അമ്മാവന്റെ അമ്മായുടെയും കൂടെയുള്ള ജീവിതം ആയിരുന്നിരിക്കണം. ഭാഷാപരമായിട്ടും പല രീതിയിലും ആ എക്സ്പോഷർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. റൈറ്റ് അക്രോസ് എൻ്റെ കരിയറിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഔട്ട്ലുക്ക് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വെരി വെരി എന്താ പറയുക, ഹാപ്പി അബൌട്ട് ഇറ്റ്. വളരെ സന്തോഷം. എന്തായാലും അമ്മാവനും അമ്മായിക്കും നല്ലത് വരട്ടെ, എല്ലാ ഭാഗ്യവും സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ വിഷ് ചെയ്യുന്നു. ഹാവ് എ പ്ലസന്റ് ഡേ. സമ്മോഹനമായ വിവാഹ ജീവിതത്തിന് അരനൂറ്റാണ്ടിൻ്റെ തിലകം ചാർത്തുന്ന ഈ മനോഹര വേളയിൽ പ്രിയപ്പെട്ട ബേബി ഓപ്പോളിനും ശ്രീകുമാരേട്ടനും അനുമോദനത്തിൻ്റെ 1000 പൂച്ചെണ്ടുകൾ നേരുന്നു. नमस्कार, आप दोनों को इस स्वर्णिम पड़ाव पे पहुंचने पर बहुत सारी शुभकामनाएं और ढेरों बधाई. Wish you happy 50th anniversary, Uncle and Aunt. You are so blessed, and you have a wonderful son, Anup. And yeah, we want to wish you, and our prayers are happy forever, and happy health and wealth and all the strength in the universe. Be blessed. Thank you. Dear respected Sri Kumar sir and baby Arti, I wish you both a very healthy, wealthy and happy 50th wedding anniversary. ശ്രീകുമാർ ദമ്പതിമാരുടെ 50ാം വിവാഹ വാർഷികത്തിൽ ഞാൻ അവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇവരുടെ വിവാഹത്തിന് എനിക്ക് നാട്ടിലേക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇവർ നാഗ്പൂർ വന്നതിന് ശേഷം, അന്ന് കപ്പീരോപ്പൾ നാഗ്പൂരായിരുന്നു, ഞാൻ കപ്പീരോപ്പളുടെ സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഇവരുടെ സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായി. അപ്പോൾ സത്യനും സുഭാഷും ചേർന്ന് എന്നെ ഒരു സർദാർജിയുടെ വേഷം കെട്ടിച്ചു. എന്നിട്ട് ഇവർ താമസിച്ചിരുന്ന
വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നു. ഞാൻ ബേബിയെ കണ്ടപ്പോൾ ശ്രീകുമാരൻ എവിടെ, ശ്രീകുമാർ കഹാ ഹേ എന്ന് ഹിന്ദിയിൽ ചോദിച്ചു. ഞാൻ ചോദിച്ചതും സത്യനും സുഭാഷും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ബേബിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ശ്രീകുമാരൻ വന്നു. ഞങ്ങൾ അങ്ങനെ കണ്ടുമുട്ടുന്നു. എല്ലാവരും രണ്ടുപേർക്കും വീണ്ടും വീണ്ടും ആശംസകൾ. ശ്രീകുമാരേട്ടനും ബേബി ചെമ്മയ്ക്കും 50ാം വിവാഹ വാർഷികാശംസകൾ. Wish you many many happy 50th marriage anniversary both of you uncle and auntie. मुझे उस दिन का बहुत याद आता है. आपने मुझे कहियोपन समाज में कहियो की गोली का डांस के लिए लिया था. बहुत याद आता है. आप सबको हमारा शुभेच्छाएं. Hello auntie and uncle. Happy anniversary to both of you. Many many happy returns of the day. I just wanted to share. There are lots and lots of memory of childhood with you, Anija, Anu. The most rememberable memory which I want to share with you is uncle, literally you taught me how to eat fruits. आप हम लोग जब मैं और अनीजा रात को पढ़ने आते थे, वहाँ पे पढ़ते थे, तो आप डिनर के बाद कंपलसरी बोलते थे फ्रूट्स खाना है, जो मैं बिल्कुल नहीं खाती थी. और आपने सिखाया मुझे फ्रूट्स खाना कितना इम्पोर्टेंट है. एंड अभी मैं वही मेरे बच्चों को बोलती हूँ कि फ्रूट्स खाना चाहिए. आफ्टर डिनर आई मेक इट अ पॉइंट दैट हम लोग फ्रूट्स खाए, सीजनल फ्रूट्स खाए. आंटी आपके साथ तो बहुत ज़्यादा मेमोरीज है. जब हम रात को पढ़ते थे तब ये ध्रुविन है, छोटा बेटा ध्रुविन. एंड रात को जब हम पढ़ते थे, भूख लगती थी, तब आप हमको चावल का वो बॉल जैसा बना के देते थे जिसमें छोटी आम का अचार डाल के, रस्सा डाल के बना के देते थे. आई मिस दैट अ लॉट. एंड आपके घर से ही राधा मैंने चावल खाना सीखा था. मैं उसके पहले कभी चावल नहीं खाती थी. और आपने वो शरबत बनाते थे, लॉट्स एंड लॉट्स ऑफ शरबत, ऑरेंज शरबत, रोज़ शरबत. मैं अभी भी एवरी सीज़न मेरे गार्डन के रोज़ का शरबत बनाती हूँ एंड रखती हूँ ताकि बच्चों को दूध में दे सकूँ. और आई रिमेंबर दैट एग्जीबिशन, आप लोग का फूड फेस्टिवल हुआ था केरला समाज का, एंड मैंने और अनी ने पार्टिसिपेट किया था उसमें फॉर द फर्स्ट टाइम. एंड वी हैड अ स्टॉल ऑफ लाइटनिंग अ कैंडल, एज मेनी कैंडल एज वी कैन इन 1 minute. एंड हमने बहुत ज़्यादा उसमें पैसे किए थे. आपका फिर बड़े वाले केले का भजिया एंड छोटे प्याज और मिर्ची की चटनी. आई रिमेंबर आप सुबह सुबह उठ के जो घर में वॉक करके अपने आपका हेल्थ मेंटेन करते थे. लॉट्स एंड लॉट्स ऑफ मेमोरी आंटी. आई रियली मिस दैट डेज एंड विश यू अगेन वेरी वेरी हैप्पी एनिवर्सरी. एंजॉय योर डे. आई जस्ट वांटेड टू शो यू माय एल्डर सन ऑल्सो. Hi, happy anniversary to both of you. He's Jaikrit. Happy anniversary. अंकल आंटी, आपकी 50वीं शादी की वर्षगांठ पर बहुत बहुत शुभकामनाएं अंकल आंटी. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഗോൾഡൻ കപ്പിൾസിന് ബേബി പോൾക്കും ശ്രീകുമാരേട്ടനും ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രീകുമാരേട്ടനും വാർഷികാശംസകൾ. ഈ ഇണക്കുരുവുകളെ പറ്റി പറയാനായിട്ട് കുറേ ഉണ്ട്. എങ്കിൽ പോലും പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. 1976 ഞങ്ങൾ ആദ്യമായിട്ട് ഉത്തരേന്ത്യയിൽ കാലുകുത്തിയത്. അത് ഇവരുടെ പഴയ വീട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യേകിച്ച് ഗുജറാത്തിൽ ചെന്നതിന് ശേഷം യാത്രകൾ ധാരാളം ഉണ്ടായിരുന്നു. നാഗ്പൂർ വഴിയായിരിക്കും കൂടുതലും യാത്ര. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പല പ്രാവശ്യവും അവിടെ ഇറങ്ങി ഈ ചിരിക്കണ മുഖങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും കഴിച്ച് 2-3 മണിക്കൂറിൻ്റെ ഇടയ്ക്ക്, മണിക്കൂറുകളെ ഉണ്ടാവുള്ളൂ, അവിടെ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഒരു പക്ഷേ ബേബി അപ്പളുടെ റിലേറ്റീവ്സിൽ പ്രത്യേകിച്ച് കൂടുതൽ ഞാനായിരിക്കും അവിടെ ചെന്നിട്ടുള്ളത്. എക്സെപ്റ്റ് ഓഫ് കോഴ്സ് എൻ്റെ മരുമക്കൾ ശശിക്കുട്ടൻ, ശ്രീകുട്ടൻ, അപ്പു, അവരവിടെ പഠിച്ചത്, അതുകൊണ്ട് കൂടുതൽ പോയിട്ടുണ്ടായിരിക്കും.
ഇതൊക്കെയാണെങ്കിലും അവർ തൃശ്ശൂർ സെറ്റിൽ ചെയ്തതിന് ശേഷം ആ വീട്ടിൽ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. അതിന് ഞാൻ ക്ഷമ ചോദിക്കണം. പിന്നെ വേറൊരു കാര്യം വിചാരിച്ച് ഞങ്ങളെ ശ്രീകുമാരേട്ടൻ്റെയും ബേബിയുടെയും ഗൈഡൻസിൽ മേൽനോട്ടത്തിൽ ഞങ്ങളുടെ ഒരു ബോംബെ യാത്രയുണ്ടായി വിജയേട്ടനും ഒക്കെ കൂടി. നല്ല രസമായിരുന്നു. അത് ഒരാഴ്ച കഴിഞ്ഞത് അറിഞ്ഞില്ല. തിരിച്ച് വന്നപ്പോഴേ ഒരാഴ്ച കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ ഇനിയും ആയിരമൊക്കെ സമ്പൽ സമൃദ്ധികളോടുകൂടി അനേകം വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കാനുള്ള സന്ദർഭം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഇതിൻ്റെ കൂടെ ദേവി എഴുതിയ ഒരു മംഗളാശംസകൾ കൂടി. എൻ്റെ ഒരു 4 വരി. ഒത്തുചേർന്ന ശേഷം 50 തീരുമീ ദിനം ചിത്തമോദമോടു ഞങ്ങൾ നേർന്നിടുന്നു മംഗളം. പുത്രപൗത്ര ബന്ധുമിത്രരൊത്തു രോഗമുക്തരായി അത്തലറ്റ ജീവിതം നയിച്ചിടട്ടെ ദീർഘനാൾ. ആദ്യം എനിക്ക് പറയാൻ വെച്ചാൽ വിവാഹത്തിൻ്റെ ആ ഇടയ്ക്ക് ശ്രീകുമാരേട്ടന് ചായയും കാപ്പിയൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും തമാശയായിട്ട് പറഞ്ഞു. ഞാനും പിന്നെ അങ്ങനെയാണ്. അമ്മയോടൊക്കെ പറഞ്ഞ് ശബ്ദം കിട്ടാൻ പോവാണ്. അമ്മ വരട്ടെ, ഇഞ്ചു കുറച്ച് നേരമായിട്ട് പഞ്ചാര പാസം മാത്രമേ കഴിച്ചുള്ളൂ, ചായയും കാപ്പിയൊന്നും കുടിച്ചില്ല. അങ്ങനൊരു തമാശയായിട്ട് പറയലുണ്ടായിരുന്നു. പിന്നെ അനൂപിൻ്റെ വിവാഹത്തിന് ആഘോഷത്തിൻ്റെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡാൻസ് ചെയ്തത്. ബാറാത്തിൽ ഞാൻ കാര്യമായിട്ട് പങ്കെടുത്തു. ദയവായിട്ട് നാഗ്പൂർ വെച്ചിട്ട് ഡാൻസ് ചെയ്യും. ജീവിതത്തിൽ ആദ്യമായിട്ട് ഡാൻസ് ചെയ്തത് അന്നാണ്. അതും ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയാണ്. പിന്നെയും പറയാൻ വെച്ചാൽ കുറേ പറയാനുണ്ട്. ബേബിച്ചമ്മയും വല്യച്ഛനെയും കാണുമ്പം ഐ ക്യാൻ സീ വിനോദിൻ്റെയും എൻ്റെയും ലൈഫ് ഒരു 20 years കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ബിക്കോസ് ബേബിച്ചമ്മയുടെ എന്തൂസിയാസവും ആ ഒരു ഗോ ഫോർ ഇറ്റ് ടൈപ്പ് ആ ഒരു എന്താ പറയുക, എന്ത് ചെയ്യാനും റെഡി എന്നുള്ള ആ ഒരു ഇത് കാണുമ്പോൾ വല്യച്ഛൻ്റെ ആ കമ്പോസ്റ്റ് നേച്ചർ ഓഫ് സിറ്റിംഗ് ആൻഡ് അപ്രീഷിയേറ്റിംഗ് എവറിത്തിങ് അത് കാണുമ്പം ഐ ക്യാൻ മേക്ക് ഔട്ട് ദറ്റ് എൻ്റെ ലൈഫ് ഇതുപോലെ ആയിരിക്കും 20 years കഴിയുമ്പം വിനോദും ഞാനും ഇത് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം. ഹാപ്പി ആനിവേഴ്സറി ബേബിച്ചമ്മ ആൻഡ് വല്യച്ഛൻ. Krishna